ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സന്ദീപ്. ബട്ട് ബൈ മലയാളീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ ഹാഷ് ബാക്ക് സെഗ്മെന്റിൽ ഈ ഒരു വർഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓൾ ന്യൂ Hyundai i20. ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് Hyundai പുതിയ i20 ലോഞ്ച് ചെയ്തത്. പുത്തൻ i20യുടെ ഇമേജസ് നിങ്ങളൊക്കെ ഓൺലൈൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണണം. കാരണം നല്ല കിടുക്കൻ ഗ്രില്ലും സൺറൂഫും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ലുക്കിലാണ് ഈ പ്രാവശ്യം Hyundai i20 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് i20യുടെ എല്ലാ വേരിയൻസും എടുത്ത് അനലൈസ് ചെയ്തിട്ട് i20യുടെ ഏത് വേരിയന്റ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് നോക്കാം. ആൻഡ് ഐ റിപ്പീറ്റ്, i20യുടെ ഏത് വേരിയന്റ് ആണ് നിങ്ങൾ മേടിക്കേണ്ടത് എന്ന് എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല. പക്ഷേ ഈ വണ്ടിയുടെ വേരിയൻസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ വേരിയൻസിലാണ് നമുക്ക് ആവശ്യമുള്ള മസ്റ്റ് ഹാവ് ഫീച്ചേഴ്സ്, ഏതൊക്കെ വേരിയൻസിലാണ് നമുക്കൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ആസ്പിറേഷണൽ ഫീച്ചേഴ്സ്, ഏതൊക്കെ വേരിയൻസ് ആണ് വാല്യൂ ഫോർ മണി, ഏത് വേരിയന്റ് ആണ് മോസ്റ്റ് റെക്കമെൻഡഡ് വേരിയന്റ്, ഇങ്ങനെ ഒരു അനാലിസിസ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം. സോ ദാറ്റ് ബൈ ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ നിങ്ങളുടെ ബഡ്ജറ്റിനും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനും അനുസരിച്ചുള്ള ഏറ്റവും സ്യൂട്ടബിൾ വേരിയന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബിഫോർ ഗെറ്റിംഗ് ടു ദ വേരിയൻസ് നമുക്ക് ആദ്യം i20 ഒന്ന് പരിചയപ്പെടാം. സോ പണ്ടത്തെ പോലെ തന്നെ i20 ലോഞ്ച് ചെയ്തിരിക്കുന്നത് 4 വേരിയൻസിലാണ്: മാഗ്ന, സ്പോർട്സ്, ആസ്ത ആൻഡ് ആസ്ത ഓപ്ഷണൽ. i20 പെട്രോൾ നിങ്ങൾക്ക് ഒരു 1.2 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷനിലും 1.2 ലിറ്റർ CVT ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ i20 പെട്രോൾ നിങ്ങൾക്ക് 1 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിൻ ഓപ്ഷൻസിലും അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് DCT ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അതോടൊപ്പം തന്നെ ACMT ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. ഏത് നമ്മുടെ ക്ലച്ച് ഇല്ല, ഗിയർ ഉണ്ട്, ആ സെറ്റപ്പ്. ഏകദേശം 6.8 ലക്ഷം രൂപയിൽ തുടങ്ങി 11.18 ലക്ഷം രൂപയിൽ അവസാനിക്കുന്നതാണ് i20യുടെ പ്രൈസസ്. i20യുടെ എക്സ് ഷോറൂം വില നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് i20യുടെ ഇൻട്രൊഡക്ടറി ഓഫർ പ്രൈസ് ആണ്. അതായത് ഡിസംബർ 30, 2020 വരെ ആണ് നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ടഡ് പ്രൈസസിൽ i20 മേടിക്കാൻ കഴിയുക. സോ നിങ്ങൾക്ക് i20 മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഏത് വേരിയന്റ് വേണമെന്ന് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് ഓടിപ്പോയി ഒരു i20 ബുക്ക് ചെയ്തു. സോ i20യുടെ 1.2 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 83 PS പവറും 115 Nm ടോർക്കുമാണ്. i20യുടെ ഇതേ 1.2 ലിറ്ററിന്റെ CVT ഓട്ടോമാറ്റിക് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 88 PS പവറും 115 Nm ടോർക്കുമാണ്. ഈ സെഗ്മെന്റിലുള്ള ബാക്കി കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നമ്മൾ i20യുടെ ഈ ഒരു പവർ കോൺഫിഗറേഷൻ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, അതായത് Volkswagen Polo, ടാറ്റ ഓൾട്രോസ്, പിന്നെ മാരുതി ബലീനോ, ടൊയോട്ട ഗ്ലാൻസ് എക്സെട്ര, ഇവരൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു പവർ ആൻഡ് ടോർക്ക് ഫിഗേഴ്സ് ആണ് i20യിൽ കാണുന്നത്. ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോർഡ് ഫിഗോ ആണ്. അത് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഫോർഡിന്റെ വണ്ടികളാകുമ്പോൾ ഫോർഡിന്റെ എഞ്ചിൻ കൊണ്ട് എപ്പോഴും ഒരു പടി മുകളിലായിരിക്കും. i20യുടെ 1.2 ലിറ്റർ മാനുവൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈലേജ് ഏകദേശം 20.3 km/ലിറ്റർ ആണ്. i20യുടെ 1.2 ലിറ്റർ CVT ഓട്ടോമാറ്റിക് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈലേജ് ഏകദേശം 19.5 km/ലിറ്റർ ആണ്. കമ്മിങ് ടു i20യുടെ 1 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ, ഇതല്ലേ ഐറ്റം. 120 PS പവറും 172 Nm ടോർക്കും. ഇത്രയും ചെറിയ വണ്ടിയിൽ ഇത്രയും സൂപ്പർ എഞ്ചിൻ വെച്ചാൽ എന്റെ സാറേ, ഇത് റോക്കറ്റ് പോലെ അങ്ങ് പോകും. ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഈ ഒരു എഞ്ചിൻ കോമ്പിനേഷനിൽ നമുക്ക് പ്യുവർ മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ അല്ല. DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അതോടൊപ്പം ACMT, അതായത് ക്ലച്ച് ഇല്ലാത്ത ഗിയർ ഉള്ള ഒരു ഹാഫ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഈ 1 ലിറ്റർ ടർബോ എഞ്ചിന്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിലെ 1 ലിറ്റർ ടർബോ എഞ്ചിൻ ഏകദേശം 20 km/ലിറ്റർ മൈലേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സബ് 4 മീറ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള തരക്കേടില്ലാത്ത ഒരു ലെങ്ത് ആണ് i20ക്ക് ഉള്ളത്. ഹൈറ്റിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ വൺ ഓഫ് ദ ഷോർട്ടസ്റ്റ് കാർസ് ആണ് i20. Volkswagen പോളോനേക്കാളും കുറച്ച് ഹൈറ്റ് കൂടുതലാണെങ്കിലും ബാക്കി കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ i20യുടെ ഹൈറ്റ് കുറവാണ്. പക്ഷേ i20യുടെ വിഡ്ത്ത് എടുത്ത് നോക്കുമ്പോൾ 1775 mm വിഡ്ത്ത് ആണ് i20ക്ക് ഉള്ളത്. അത് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം എന്താ പറയാ, കിയ സെൽറ്റോസിന് 1800 mm വിഡ്ത്ത് ആണ് ഉള്ളത്. സോ നിങ്ങൾ ഇനി ഒന്ന് ഓർത്ത് നോക്കുക, 1775 mm വിഡ്ത്ത് ആണ് i20ക്ക് ഉള്ളത്. സോ i20യുടെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നവർക്ക് ലാവിഷ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്ന് യാത്ര പോകാം. ഈ സെഗ്മെന്റിലെ എല്ലാ വണ്ടികളുടെയും ആവറേജ് എന്ന് കാണുന്ന പോലെ തന്നെ തരക്കേടില്ലാത്തൊരു ബൂട്ട് സ്പേസും തരക്കേടില്ലാത്തൊരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയുമാണ് i20 പ്രൊവൈഡ് ചെയ്യുന്നത്. i20യുടെ ബേസ് വേരിയൻസിൽ 15 ഇഞ്ചിന്റെ വീൽസും i20യുടെ ടോപ്പ് മോഡൽസിൽ 16 ഇഞ്ചിന്റെ വീൽസുമാണ് നമ്മൾക്ക് Hyundai തരുന്നത്.
i20 പെട്രോളിന്റെ ഏറ്റവും ബേസ് വേരിയന്റ് ആണ് മാഗ്ന. ഏകദേശം 6.8 ലക്ഷം രൂപയാണ് ഇതിന്റെ എക്സ് ഷോറൂം വില. നിങ്ങളൊരു ബഡ്ജറ്റ് ബയർ ആണെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള i20യുടെ വേരിയന്റ് ആണ് മാഗ്ന. കാരണം നമുക്കൊക്കെ ഒരു വണ്ടിയിൽ അത്യാവശ്യമായി വേണ്ട ഏറെക്കുറെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഹ്യൂണ്ടായി ഈ മാഗ്ന വേരിയന്റിൽ നൽകുന്നുണ്ട്. ഇതിൽ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഉണ്ട്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു ദിവസം മൊത്തം ഇതിലെ ഫീച്ചേഴ്സ് പറഞ്ഞേക്കാം. സോ ഇതിൽ സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സിന് പുറമെ കണ്ടുവരുന്ന എക്സ്ട്രാ അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രൊജക്ടർ ഫോഗ് ലാംപ്സ്, മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഡേ ആൻഡ് നൈറ്റ് IRVM, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, സ്പീഡ് സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഡോർസ് ലോക്ക് ആവുന്ന സിസ്റ്റം, അതോടൊപ്പം തന്നെ ഇമ്പാക്ട് സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഡോർസ് അൺലോക്ക് ആകുന്ന സിസ്റ്റം, ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും പവർ വിൻഡോസ്, ഫ്രണ്ടിൽ ഡ്രൈവർ സീറ്റിനരികെ ഒരു ആംറെസ്റ്റ്, ബാക്ക് സൈഡിലെ പാസഞ്ചേഴ്സിന് വേണ്ടി റിയർ AC വെന്റ്സ്, കൂൾഡ് ഗ്ലൗ ബോക്സ്, ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫംഗ്ഷനാലിറ്റി ഉള്ള സ്റ്റിയറിംഗ്, ഫ്രണ്ടിൽ ഒരു പവർ ഔട്ട്ലെറ്റും പിന്നെ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു ചാർജറും. ഇത് ബേസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ അലോ വീൽസ് അവൈലബിൾ അല്ല. അതിന് പകരം 15 ഇഞ്ചിന്റെ സ്റ്റൈൽ വീൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ഫുൾ വീൽ കവേഴ്സ്. അതുപോലെ തന്നെ ഇത് ബേസ് വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒന്നും അവൈലബിൾ അല്ല. ബേസിക് മ്യൂസിക് സിസ്റ്റം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. പക്ഷേ ഈ ഓഡിയോ സിസ്റ്റത്തിന് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഉണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റ് ബയേഴ്സിന് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും i20യുടെ മാഗ്ന വേരിയന്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങളൊരു ബഡ്ജറ്റ് ബയർ ആണെങ്കിൽ i20യുടെ മാഗ്ന വേരിയന്റ് എടുക്കണോ അതോ കുറച്ചും കൂടെ പൈസ എക്സ്ട്രാ ഇട്ടിട്ട് ഇതിന്റെ നെക്സ്റ്റ് വേരിയന്റ് ആയ സ്പോർട്സ് വേരിയന്റ് എടുക്കണോ എന്ന് നമുക്ക് നോക്കാം. i20 മാഗ്നയിൽ നിന്നും ഏകദേശം 80,000 രൂപ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് i20 സ്പോർട്സിന്റെ 1.2 ലിറ്റർ മാനുവൽ എഞ്ചിൻ സ്വന്തമാക്കാം. അതുപോലെ തന്നെ i20 മാഗ്നയിൽ നിന്നും ഏകദേശം 1 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് i20 സ്പോർട്സിന്റെ 1.2 ലിറ്റർ CVT ഓട്ടോമാറ്റിക് എഞ്ചിനും സ്വന്തമാക്കാം. i20 സ്പോർട്സിന്റെ ഈ 1.2 ലിറ്റർ എഞ്ചിൻ ഓപ്ഷൻസിൽ കൂടുതലായിട്ടും കുറച്ച് അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സ് കണ്ടുവരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, റിയർ സൈഡിലുള്ള ഡീഫോഗർ, റിയർ പാർക്കിംഗ് ക്യാമറ, അതുപോലെ തന്നെ ഡ്രൈവർ റിയർ വ്യൂ മോണിറ്റർ. അതായത് വണ്ടി ഫ്രണ്ടിലോട്ട് ഓടിക്കുമ്പോൾ തന്നെ ഒരു ബട്ടൺ ഞെക്കിയാൽ വണ്ടിയുടെ ബാക്ക് സൈഡിലുള്ള വിഷ്വൽ സ്ക്രീനിൽ കാണാൻ കഴിയും. i20 സ്പോർട്സിന്റെ ഇന്റീരിയറിൽ വരുന്ന കുറച്ച് അഡീഷണൽ ചേഞ്ചസ് ആണ് ഒരു 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. ഇതിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ORVMs, പിന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. i20 സ്പോർട്സിന്റെ ഇന്റീരിയറിൽ മാത്രമല്ല i20 സ്പോർട്സിന്റെ എക്സ്റ്റീരിയേഴ്സിലും അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ്, LED ടെയിൽ ലാംപ്സ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള ORVMs, ഷാർക്ക് ഫിൻ ആന്റിന, അതുപോലെ തന്നെ 16 ഇഞ്ചിന്റെ സ്റ്റീൽ വീൽസ്. ഇത് വെറും സ്റ്റീൽ വീൽസ് അല്ല, സ്റ്റൈൽ സ്റ്റീൽ വീൽസ് ആണ്. അതായത് ദൂരെ നിന്ന് കാണുമ്പോൾ അലോയ് വീൽസ് എന്ന് തോന്നിക്കും വിധമുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റീൽ വീൽസ്. സോ നിങ്ങളൊരു ബഡ്ജറ്റ് ബയർ ആണെങ്കിൽ i20യുടെ മാഗ്ന വേരിയന്റ് എടുക്കണോ 1.2 ലിറ്ററിന്റെ സ്പോർട്സ് വേരിയന്റ് എടുക്കണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ചും കൂടെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഭയങ്കര പ്രയോറിറ്റി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഹൈ പ്രയോറിറ്റി ഐറ്റം ആണെങ്കിൽ, നിങ്ങൾക്ക് 80,000 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് നിങ്ങൾക്ക് i20യുടെ സ്പോർട്സ് വേരിയന്റ് സ്വന്തമാക്കാം. ഇനി അതൊന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് നേരത്തെ മാഗ്നയിൽ പറഞ്ഞ പോലത്തുള്ള ബേസിക് ഫീച്ചേഴ്സ് കൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായും യു ക്യാൻ ഗോ ഫോർ i20യുടെ മാഗ്ന വേരിയന്റ്. i20യുടെ സ്പോർട്സ് വേരിയന്റിൽ ഈ 1.2 ലിറ്റർ എഞ്ചിൻ മാത്രമല്ല, അതോടൊപ്പം 1 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിൻ ഓൾസോ അവൈലബിൾ ആണ്. ഈ 1 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിൻ ഒരു മാനുവൽ ട്രാൻസ്മിഷൻ അല്ല, ഹാഫ് മാനുവൽ ട്രാൻസ്മിഷൻ, അതായത് IMT, ക്ലച്ചില്ല ഗിയർ ഉണ്ട്, അങ്ങനത്തെ ഉള്ള ഒരു IMT ട്രാൻസ്മിഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. i20 1.2 ലിറ്റർ മാഗ്നയിൽ നിന്നും ഏകദേശം 1,20,000 രൂപ എക്സ്ട്രാ കൊടുത്താലാണ് നിങ്ങൾക്ക് i20യുടെ സ്പോർട്സ് വേരിയന്റിലെ 1 ലിറ്റർ ടർബോ ചാർജ് IMT വേരിയന്റ് സ്വന്തമാക്കാൻ കഴിയുക. ഈ ഒരു വേരിയന്റിൽ അഡീഷണൽ ആയി കാണാവുന്ന 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 1 ക്ലച്ച് ഇല്ലാത്ത ഗിയർ ഉള്ള ട്രാൻസ്മിഷൻ, 2 ലെതർ അപ്പോൾസ്റ്ററി, ആൻഡ് 3 മെറ്റാലിക് പെഡൽസ്. ഈ ലെതർ അപ്പോൾസ്റ്ററിയും മെറ്റാലിക് പെഡൽസും ഈ ഒരു വേരിയന്റിന് കുറച്ചും കൂടെ ഒരു സ്പോർട്സ് ലുക്ക് നൽകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു വേരിയന്റ് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ i20 മാഗ്ന വേരിയന്റിൽ നിന്നും ഏകദേശം 1,20,000 രൂപയാണ് നമ്മൾ i20യുടെ 1 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിന്റെ സ്പോർട്സ് വേരിയന്റിന് നൽകുന്നത്. ഈ 1,20,000 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന വ്യത്യാസം, ഒന്ന് കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ, ബട്ട് അതർ ദാൻ ദാറ്റ് നമുക്ക് ഈ ലെതർ അപ്പോൾസ്റ്ററിയും മെറ്റാലിക് പെഡൽസും മാത്രമേ ലഭിക്കുന്നുള്ളൂ. സോ വി ഡു നോട്ട് തിങ്ക് ദാറ്റ് ദിസ് 1,20,000 rupees is worth upgrading to these minimal features. കുറച്ചും കൂടെ അധികം ഫീച്ചേഴ്സ് ഈ ഒരു സ്പോർട്സ് വേരിയന്റിന്റെ IMT വേരിയന്റിൽ കൊടുത്തിരുന്നെങ്കിൽ മേ ബി ഈ ഒരു 1,20,000 രൂപയുടെ അപ്ഗ്രേഡ് കുറച്ചും കൂടെ വാല്യുബിൾ ആയത്. സോ നിങ്ങൾക്ക് 1 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിനാണ് വേണ്ടതെങ്കിൽ സ്പോർട്സ് വേരിയന്റ് എടുക്കണോ അതോ ഇതിന്റെ നെക്സ്റ്റ് വേരിയന്റ് ആയ ആസ്ത ഓപ്ഷണൽ വേരിയന്റ്സ് എടുക്കണോ എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം.
i20 സ്പോർട്സിന്റെ 1.2 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷനും 1.2 ലിറ്റർ CVT ട്രാൻസ്മിഷനിൽ നിന്നും ഏകദേശം 1,10,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നിങ്ങൾക്ക് i20 ആസ്ത വേരിയന്റിന്റെ 1.2 ലിറ്റർ മാനുവലും 1.2 ലിറ്റർ CVT ട്രാൻസ്മിഷനും സ്വന്തമാക്കാം. അതുപോലെ തന്നെ i20 സ്പോർട്സിന്റെ 1 ലിറ്റർ ടർബോ എഞ്ചിൻ IMT ട്രാൻസ്മിഷനിൽ നിന്നും ഏകദേശം 1,10,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നിങ്ങൾക്ക് i20 ആസ്ത വേരിയന്റിന്റെ 1 ലിറ്റർ ടർബോ എഞ്ചിൻ CVT ഓപ്ഷൻ ഓൾസോ സ്വന്തമാക്കാം. ഇതിൽ നിന്നും 77,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നിങ്ങൾക്ക് 1 ലിറ്റർ ടർബോ എഞ്ചിൻ DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓൾസോ സ്വന്തമാക്കാൻ കഴിയും. സോ 1 ലിറ്റർ ടർബോ എഞ്ചിൻ DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇതൊരു സൂപ്പർ കോമ്പിനേഷൻ ആണ്. കാരണം DCT ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ ഷിഫ്റ്റിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് താല്പര്യമെങ്കിൽ ഈ 1 ലിറ്റർ ടർബോ എഞ്ചിൻ DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 1 ലിറ്റർ ടർബോ എഞ്ചിൻ DCT ട്രാൻസ്മിഷൻ ഓഫ് ആസ്റ്റ വേരിയന്റിന് 10 ലക്ഷത്തിന് മുകളിലാണ് വില. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് 1 ലിറ്റർ ടർബോ എഞ്ചിൻ IMT ട്രാൻസ്മിഷൻ ഓഫ് ആസ്ത വേരിയന്റിന് 10 ലക്ഷത്തിൽ താഴെയാണ് വില. സോ പല സ്റ്റേറ്റുകളിലും 10 ലക്ഷത്തിന് മുകളിലുള്ള വണ്ടിക്ക് റോഡ് ടാക്സിന്റെ കുറച്ച് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാകാം. സോ അവിടെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റഡ് ഡിസിഷൻ എടുക്കേണ്ടതാണ്. സ്പോർട്സ് വേരിയന്റിൽ നിന്നും ആസ്ത വേരിയന്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. LED ഹെഡ് ലാംപ്സ് വിത്ത് കോർണറിംഗ് ലാംപ്സ്, റിയർ വൈപ്പർ, അതുപോലെ തന്നെ ആസ് ദ DCT വേരിയന്റിലാണെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എന്നിങ്ങനത്തെ അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഓൾസോ ലഭ്യമാണ്. അഡീഷണൽ സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രമല്ല കുറച്ചും കൂടെ സ്റ്റൈലിഷ് ഫീച്ചേഴ്സ് ഓൾസോ ഈ ഒരു വേരിയന്റിൽ ലഭ്യമാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 10.25 ഇഞ്ചുള്ള ടച്ച് സ്ക്രീൻ സിസ്റ്റം വിത്ത് ബോസ് സ്പീക്കേഴ്സ്, കീലെസ് എൻട്രി വിത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ്, വയർലെസ് ചാർജിംഗ്, ഓട്ടോമാറ്റിക് AC ആൻഡ് എയർ പ്യൂരിഫയർ. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആസ്റ്റയുടെ 1.2 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷനിൽ എയർ പ്യൂരിഫയർ ലഭ്യമല്ല. ആസ്റ്റയുടെ ബാക്കി എല്ലാ എഞ്ചിൻ ഓപ്ഷൻസിലും എയർ പ്യൂരിഫയർ ലഭ്യമാണ്. ആസ്റ്റ വേരിയന്റിന് കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ 16 ഇഞ്ചുള്ള അലോയ് വീൽസ്, ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് ആൻഡ് ഏംബിയന്റ് ലൈറ്റിംഗ്. ആസ്റ്റ വേരിയന്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. ഇനി നമുക്ക് ആസ്റ്റ വേരിയന്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് താല്പര്യമെങ്കിൽ i20 സ്പോർട്സിന്റെ 1 ലിറ്റർ ടർബോ IMT വേരിയന്റ് എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം i20 ആസ്റ്റയുടെ 1 ലിറ്റർ ടർബോ എഞ്ചിൻ IMT വേരിയന്റ് എടുക്കുന്നതാണ്. കാരണം വെറും 1.1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇത്രയും അഡീഷണൽ ഫീച്ചേഴ്സ് തീർച്ചയായും ഒരു സൂപ്പർ വാല്യൂ ഫോർ മണിയാണ്. ഓൺ ദ അതർ ഹാൻഡ് നിങ്ങൾക്ക് 1 ലിറ്റർ ടർബോ എഞ്ചിൻ DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് താല്പര്യമെങ്കിൽ അത് സ്പോർട്സ് വേരിയന്റിൽ അവൈലബിൾ അല്ല. സോ ആ ഒരു പവർ ട്രെയിൻ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടി ആസ്റ്റ വേരിയന്റ് എടുക്കണോ അതോ അതിന്റെ നെക്സ്റ്റ് അപ്ഗ്രേഡേഷൻ ആയ ആസ്ത ഓപ്ഷണൽ വേരിയന്റ് എടുക്കണോ എന്ന് നമുക്ക് ആസ്ത ഓപ്ഷണലിന്റെ വേരിയന്റ് അനാലിസിസ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് 1.2 ലിറ്റർ CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് താല്പര്യമെങ്കിൽ എന്തുകൊണ്ടും സ്പോർട്സ് വേരിയന്റിന്റെ 1.2 ലിറ്റർ CVT ട്രാൻസ്മിഷനേക്കാൾ മച്ച് ബെറ്റർ ആണ് ആസ്ത വേരിയന്റിന്റെ 1.2 ലിറ്റർ CVT ട്രാൻസ്മിഷൻ. നിങ്ങൾക്ക് 1.2 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് താല്പര്യമെങ്കിൽ ആസ്ത വേരിയന്റ് ചൂസ് ചെയ്യുന്നതിലും അല്പം കൂടെ ഭേദം ആസ്ത ഓപ്ഷണൽ വേരിയന്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് ആസ്ത ഓപ്ഷണലിന്റെ വേരിയന്റ് അനലൈസ് ചെയ്യുമ്പോൾ നോക്കാം. പുത്തൻ i20യുടെ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ആസ്റ്റ ഓപ്ഷണൽ വേരിയന്റ്. ഈ വേരിയന്റിൽ 2 പവർ ട്രെയിൻ ഓപ്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 1.2 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷനും 1 ലിറ്റർ ടർബോ ചാർജ് DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും. ആസ്റ്റ വേരിയന്റിൽ നിന്നും ഏകദേശം 50,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ നിങ്ങൾക്ക് ആസ്റ്റ ഓപ്ഷണൽ വേരിയന്റ് സ്വന്തമാക്കാം. ആസ്റ്റ ഓപ്ഷണൽ വേരിയന്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ അഡീഷണൽ ഫീച്ചേഴ്സ് ആണ് സൈഡ് ആൻഡ് കർട്ടൻ എയർ ബാഗ്സ്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിയർ ഹെഡ് റെസ്റ്റ്, ക്രൂയിസ് കൺട്രോൾ ആൻഡ് സൺറൂഫ്. പണ്ടൊക്കെ ഒരു പ്രീമിയം ലക്ഷറി ഫീച്ചർ എന്ന് കൺസിഡർ ചെയ്ത സൺറൂഫ് ഇപ്പോൾ വന്നൊന്ന് i20 വരെ അവൈലബിൾ ആയി തുടങ്ങി. അതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ മാനുഫാക്ചറേഴ്സ് കൂടുതൽ കോമ്പറ്റേറ്റീവ് വേരിയൻസ് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം. ആസ്ത ഓപ്ഷണലിന്റെ 1.2 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷനിൽ കണ്ടുവരുന്ന കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ആണ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ആൻഡ് സ്മാർട്ട് എയർ പ്യൂരിഫയർ. സോ ആസ്ത ഓപ്ഷണൽ വേരിയന്റ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ വെറും 50,000 രൂപ എക്സ്ട്രാ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയധികം സേഫ്റ്റി ആൻഡ് ഫീൽ ഗുഡ് ആൻഡ് ലക്ഷറി ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 1.2 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ വേണമെങ്കിലും 1 ലിറ്റർ ടർബോ ചാർജ് DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേണമെങ്കിലും സ്പോർട്സ് വേരിയന്റോ ആസ്ത വേരിയന്റോ നോക്കാതെ ആസ്ത ഓപ്ഷണൽ വേരിയന്റ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും വാല്യൂ ഫോർ മണി. സോ ഇനി നമുക്ക് i20യുടെ എല്ലാ വേരിയന്റ്സും ഒന്ന് എടുത്തു നോക്കിയിട്ട് ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്താണെന്ന് നോക്കാം. സോ i20യുടെ ഏത് വേരിയന്റ് ചൂസ് ചെയ്യണം എന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് i20യുടെ ഏത് എഞ്ചിൻ ഓപ്ഷനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നതാണ്. സോ i20 പെട്രോളിൽ നമുക്ക് സാധാരണയായി കണ്ടുവരുന്ന ഒരു 1.2 ലിറ്റർ എഞ്ചിൻ ഓപ്ഷനുമുണ്ട്, 1 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിൻ ഓപ്ഷനുമുണ്ട്. ഇതിലെ 1.2 ലിറ്റർ എഞ്ചിൻ ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ പഴയ i20 പോലെ തന്നെ ഒരു അഡിക്വേറ്റ് സാധാരണമായ ഒരു പെർഫോമൻസ് ആണ് ഇത് തരിക. ബട്ട് നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ അഡീഷണൽ കിക്കുള്ള ഒരു ഭയങ്കരമായ പെർഫോമൻസ് ഡ്രിവൺ വണ്ടിയാണ് വേണ്ടതെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ 1 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ ഓപ്ഷൻ ഓഫ്
ഓഫ് i20. ഇനി i20യുടെ 1.2 ലിറ്റർ എഞ്ചിനിലെ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് നിങ്ങൾ ഉറ്റുനോക്കുന്നതെങ്കിൽ ആൻഡ് നിങ്ങളുടെ കയ്യിൽ അത്രയ്ക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ വി വുഡ് റെക്കമെൻഡ് യു ഗോ ഫോർ ദ ബേസ് വേരിയന്റ്, ദാറ്റ് ഇസ് മാഗ്ന വേരിയന്റ്. മാഗ്ന വേരിയന്റ് ഒരു ബേസ് വേരിയന്റ് ആണെങ്കിലും നമ്മൾക്ക് അത്യാവശ്യമായ ഒരു വണ്ടിയിൽ ആഗ്രഹിക്കുന്ന എല്ലാ ബേസിക് ഫീച്ചേഴ്സും മാഗ്ന വേരിയന്റിൽ ലോഡഡ് ആണ്. സോ യു വിൽ നെവർ ബി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് മാഗ്ന വേരിയന്റ്. നിങ്ങൾക്ക് ഒരു പീസ്ഫുൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് തീർച്ചയായും ഉണ്ടാകുക. നൗ ഓൺ ദ അതർ ഹാൻഡ് നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ട് ആൻഡ് അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ലക്ഷറി, പ്രീമിയം, ഫീൽ ഗുഡ് ആൻഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് വേണ്ടതെങ്കിൽ ഇൻ 1.2 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ കോമ്പിനേഷൻ വി വുഡ് റെക്കമെൻഡ് യു ഗോ ഫോർ Asta Optional വേരിയന്റ്, വിച്ച് ഇസ് ദ ടോപ്പ് വേരിയന്റ്. കാരണം ഈ ടോപ്പ് വേരിയന്റിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നത്. ഇനി ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ടോപ്പ് ആൻഡ് വേരിയന്റ് ആയ Asta Optional വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ല, ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ബേസ് വേരിയന്റ് ആയ മാഗ്നയേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വി വുഡ് റെക്കമെൻഡ് യു ചൂസ് ദി സ്പോർട്സ് വേരിയന്റ്. കാരണം സ്പോർട്സ് വേരിയന്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ മോഡേൺ ഡേ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ലഭ്യമാണ്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ഓപ്ഷൻ, നിങ്ങൾക്ക് 1.2 ലിറ്റർ CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓർ 1 ലിറ്റർ ടർബോ ചാർജ്ഡ് IMT വേരിയന്റ്, ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള പവർ ട്രെയിൻ എങ്കിൽ വി വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് യു ഗോ ഫോർ Asta വേരിയന്റ് ഓവർ സ്പോർട്സ് വേരിയന്റ്. കാരണം ഇതിൽ Asta വേരിയന്റിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എക്സ്ട്രാ എമൗണ്ട് ആയ 1,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് ഒരു ഉഗ്രൻ വാല്യൂ ഫോർ മണിയാണ്. കമ്മിങ് ടു ദ ലാസ്റ്റ് ഓപ്ഷൻ, നിങ്ങൾക്ക് 1 ലിറ്റർ ടർബോ ചാർജ് DCT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് താല്പര്യമെങ്കിൽ വി വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് യു ഗോ ഫോർ ദ Asta ഓപ്ഷണൽ വേരിയന്റ്. കാരണം Asta വേരിയന്റിൽ നിന്നും എക്സ്ട്രാ കൊടുക്കുന്ന ഏകദേശം 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വളരെയധികം വാല്യൂ ഉള്ള ഫീച്ചേഴ്സ് വിച്ച് ഇൻക്ലൂഡ് സേഫ്റ്റി ഫീച്ചേഴ്സ്, പ്രീമിയം ഫീച്ചേഴ്സ് ആൻഡ് ഫീൽ ഗുഡ് ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ കണ്ണുമടച്ച് നിങ്ങൾക്ക് Asta ഓപ്ഷണൽ വേരിയന്റ് ചൂസ് ചെയ്യാം. സോ i20യുടെ ഈ ഒരു വേരിയന്റ് അനാലിസിസ് നിങ്ങളുടെ കൺഫ്യൂഷൻ അകറ്റാൻ അല്പമെങ്കിലും സഹായിച്ചു എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ലൈക്ക്, ഒരു ഷെയർ ആൻഡ് ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. i20 പെട്രോളിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേരിയന്റ് അനാലിസിസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.